Hi all, welcome to I+. ഞാൻ അക്ഷര. സീറ്റഡ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, ഒരു നോട്ടീസായിട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി പലരും അറിഞ്ഞു കാണും, പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ തരാനായിട്ടാണ് ഈ വീഡിയോ. ഓൾറെഡി നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സീറ്റഡ് എക്സാമിനേഷൻ ഈസ് ഷെഡ്യൂൾഡ് ഓൺ 8th February 2026 Sunday in 132 cities in the country. നമുക്ക് ആദ്യം തന്നെ എക്സാം ഡേറ്റ് ആണ് വന്നേലേ. ഒരു അപ്ലൈ ചെയ്യാനുള്ള പോർട്ടൽ ഓൺ ആവുന്നതിന് മുമ്പേ ഡേറ്റ് വന്നതുകൊണ്ട് ഏകദേശം എല്ലാവരും ഒക്കെ പഠിച്ചു തുടങ്ങി കാണും. ഇനി വളരെ കുറച്ച് സമയം ബാക്കിയുള്ളൂ. 332 സിറ്റികളിലായിട്ടാണ് സീറ്റഡ് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജില്ലകളിൽ തന്നെ എക്സാം എഴുതാൻ പറ്റണം എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. വളരെ കുറച്ച് എക്സാം സിറ്റീസ് ആണ് ഇന്ത്യ മൊത്തത്തിലുള്ളത്. മുമ്പേ പറയുന്ന എന്തിനാണ്, അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. The online application process for the 21st edition of the seated examination started on 27/11/2025. അതായത് നവംബർ 27 ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 18/12/2025, അതായത് ഡിസംബർ 18 നിലവിൽ പറഞ്ഞേക്കുന്ന ഡേറ്റ്. ഇനി ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ഹറിബറി വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർ എക്സാം ഡേറ്റ് നീട്ടാറുള്ളൂ. എക്സാം ഡേറ്റ് നീട്ടും, പിന്നെ അപ്ലൈ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ആരും കാത്തിരിക്കേണ്ട. അറിയാലോ, വെബ്സൈറ്റുകളിലൊക്കെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള കാര്യം, പല എക്സാമിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ലാസ്റ്റ് മിനിറ്റ് വരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രോബ്ലംസ് വരും, പേയ്മെൻറ്റ് സ്റ്റക്കാവും. ആ ഒരു പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, നേരത്തെ തന്നെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ പ്രധാനമായിട്ട് പുതിയ നോട്ടീസിൽ പറഞ്ഞ കാര്യം, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു കംപ്ലീറ്റ് ദ ആപ്ലിക്കേഷൻ early and not wait until the last day. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ള. നോ ഓപ്ഷൻ ടു സെലക്ട് ദ എക്സാമിനേഷൻ സിറ്റി ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ. പുതുതായിട്ട് വന്നിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താ, എക്സാമിനേഷൻ സിറ്റി സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നിലവിൽ ഇല്ല. Candidates must complete all steps of the online application by entering correct and relevant details. നമ്മൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള റെലവൻറ്റ് ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ അത് ഓൾറെഡി നമ്മുടെ പ്ലേസ് ഒക്കെ ചോദിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എക്സാം സിറ്റി അലോട്ട് ചെയ്ത് തരുന്നത്. അല്ലാതെ നമുക്ക് എക്സാം സിറ്റി സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇത്തവണത്തെ എക്സാമിന് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. The examination city will be allotted randomly by CBSE. റാൻഡം ആയിട്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലുള്ള ആൾക്ക് അങ്ങ് ഡൽഹിയിലൊന്നും എന്താണ് ഒരിക്കലും എക്സാമിനേഷൻ സെൻറ്റർ തരത്തില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, തൊട്ടടുത്തുള്ള ജില്ല തന്നെ കിട്ടണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. റാൻഡം ബേസിസിലായിരിക്കും CBSE എക്സാം സെൻറ്റർ അലോട്ട് ചെയ്യുന്നത്. നോ റിക്വസ്റ്റ് ഫോർ ചേഞ്ച് ഓഫ് ദ അലോട്ടഡ് എക്സാമിനേഷൻ സിറ്റി വിൽ ബി അക്സെപ്റ്റഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസ്. ഓൾറെഡി നിങ്ങൾക്കൊരു എക്സാം സിറ്റി അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്താണ്, അത് മാറ്റാനായിട്ടുള്ള ഒരു പ്രൊവിഷനും ഇല്ല. അപ്പോൾ വെറുതെ അപേക്ഷയൊന്നും അയക്കേണ്ട കാര്യമില്ല, മാറ്റാനായിട്ടുള്ള പ്രൊവിഷനില്ല. അപ്പോൾ ഇത്രയും കാര്യമാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ നമുക്ക് വന്നിട്ടുള്ളത്. എന്തെങ്കിലും ചേഞ്ചസ് അപ്ഡേറ്റിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അറിയാലോ, സീറ്റഡ് പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും കോഴ്സസ് I+ൽ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഓൾ.